എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് സെപ്റ്റംബർ 2-ാം തീയതി അവസാനിക്കും. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുള്ള കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ, അതായത് ആ ഒരു കോളേജ് തന്നെ മതിയെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിയോടെ അഡ്മിഷൻ അവസാനിക്കും. അതിനുശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണോ ലഭിച്ചത്, നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ആ ഒരു 10,000 രൂപ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ നിങ്ങൾ തൃപ്തരാണ്, ആ ഒരു കോളേജിൽ തന്നെ മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതേസമയം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു കോളേജ് വേണ്ട അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് അതായത് അഡ്മിഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുന്നതല്ല എന്നുള്ളത് പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് അഡ്മിഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ഓപ്ഷൻ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് പോകുന്നതും നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിലേക്ക് അടയ്ക്കേണ്ട 10,000 രൂപ കോഷനല്ല, അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം ബാക്കി പൈസ എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഒരു 2 ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻസുകൾ, അതായത് റിസർവേഷൻ അതുപോലുള്ള മറ്റ് ഡോക്യുമെൻസുകളും, അതുപോലെ തന്നെ ഈ ഫീസ്, അതുപോലെ നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു റെസീപ്റ്റ്, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഈ ഒരു നാറ്റിവിറ്റി തെളിയിക്കാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നാറ്റിവിറ്റി തെളിയിക്കും, അതിനായിട്ട് അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അതായത് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാസ്റ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, അങ്ങനെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൂടി വിദ്യാർത്ഥി ഈ ഒരു അഡ്മിഷൻ ടൈമിൽ പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോട്ടൽ ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം അതായത് ഹോസ്റ്റൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹോസ്റ്റൽ ഫീസും, അതുപോലെ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ബുക്ക്, യൂണിഫോം, അതുപോലെ തന്നെ ഈ ഒരു ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീ എന്നിങ്ങനെയൊക്കെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങളുടെ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 5 ലക്ഷം രൂപ, അതായത് ഒരു 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.